നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് അമല ചേച്ചി. ഗുഡ് മോർണിംഗ് ചീരോ. വാവേ ഗുഡ് മോർണിംഗ്. അല്ലവനെ നിനക്ക് ഉറക്കമൊന്നുമില്ലേ? 6 മണി കഴിഞ്ഞ് ചേച്ചി. ഞാൻ വിചാരിച്ചത് നിങ്ങൾ നേരത്തെ ഉണർന്നു കാണുമെന്നാ. അതാ ഈ ചായയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്. മോനെ ഇടയ്ക്ക് ഉണരുന്നുണ്ടേ. രാത്രി ഉറക്കം കുറവാ വിനയ. അതുകൊണ്ട് പുലരാൻ നേരത്തെ നന്നായെന്ന് ഉറങ്ങിപ്പോയി. അയ്യോ സോറി കേട്ടോ, ഞാൻ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചല്ലേ. അതൊന്നും സാരല്ല. ചായങ്ങിതാ, ഞങ്ങൾ കുടിച്ചോളാം. മോനിപ്പോ നല്ല ഉറക്കല്ലേ? അതെ, അവന്റെ അടുത്തേക്ക് ചെന്ന് ഉറക്കം കെടുത്തണ്ട വിനയ. വേണ്ട അല്ലേ? എന്നാ പിന്നെ ഞാൻ പുറത്തിറങ്ങിയേക്കാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഓക്കെ. വിനയ, രഘുവേട്ടൻ ഉണർന്നില്ലേ? നിങ്ങൾ ഒരുമിച്ചാണോ ചായ വാങ്ങിക്കാൻ പോയത്? അല്ല, രഘുവേട്ടനെ ഞാൻ കണ്ടതേ ഇല്ല. കണ്ടില്ലേ? അതെന്താ? രഘുവേട്ടൻ അതിനു മുമ്പ് എഴുന്നേറ്റ് വീട്ടിൽ പോയോ? അങ്ങനെ പറയാതെ പോവില്ലല്ലോ രഘുവേട്ടൻ. ഞാനൊരു 5 മണിയോടെ ഉണർന്നായിരുന്നു. അപ്പോ രഘുവേട്ടൻ ഞാൻ കണ്ടില്ല. അപ്പോ രാത്രിയിലോ? ഞാനൊന്ന് മയങ്ങിപ്പോകുന്നവരെ രഘുവേട്ടന് വരാൻ ഇരിപ്പുണ്ടായിരുന്നു. ഇടക്ക് ഉറക്കം ചെട്ടി നോക്കിയപ്പോ ആളെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല സ്റ്റാഫിനെയും സ്വാധീനിച്ച് ഏതെങ്കിലും മുറി കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുന്ന. ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ രഘുവേട്ടന് അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി കാണും. രഘുവേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഈ രഘുവേട്ടന്റെ ഒരു കാര്യം, ഒരു വ്യവസ്ഥ ഉത്തരവാദിത്വം ഇല്ല. രാത്രി വീട്ടിൽ പോയി കിടന്നോളാം ഞാൻ പറഞ്ഞതാ. ഞാനും പറഞ്ഞതാ അമല ചേച്ചി, എന്തിനാ വെറുതെ ഉറക്കം കളയുന്നെന്ന്. പക്ഷേ രഘുവേട്ടൻ ഇവിടെ തന്നെ നിന്നേ പറ്റൂന്നുള്ളൊരു വാശിയായിരുന്നു. രഘുവേട്ടൻ പുറത്തെങ്ങാനും ഇറങ്ങിയതാവും വിനയ. നീ ഒന്നുകൂടെ ഒന്ന് നോക്ക്. കണ്ടില്ലെങ്കിൽ വീട്ടിലെത്തിയൊന്ന് അച്ഛനെ വിളിച്ച് ചോദിക്കാം. ശരി, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം.